ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ കാണാം കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഒരു ഷെഫിന് ഒരു നിമിഷ കവി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ ഒരു നിമിഷ കവിയുടെ കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഞാൻ കിച്ചണിൽ നിന്ന് മാറി നിന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അനുവേട്ടൻ കൊണ്ടുവന്ന ബ്രെഡും എടുത്ത് അതിനകത്ത് കുറേ അപ്പോൾ സംഭവം ഫില്ലിങ് എന്തോന്ന് അറിയത്തില്ല കേട്ടോ. എന്തോ ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നപ്പോഴത്തേനും ആശാട്ട് ഇതിനകത്ത് ഇതൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി പൗഡർ ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്നത്. സോക്സൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മുടെ ഷെഫ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് സംഭവം ചോദിച്ചപ്പോൾ എന്നോട് ഇതൊന്ന് പൗഡർ ചെയ്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം മിക്സി ഒന്നും ഓൺ ചെയ്യത്തില്ല, ഗ്യാസ് ഓൺ ചെയ്യും. അപ്പം മുട്ടയൊക്കെ എടുത്ത് അതിൻ്റെ എഗ് വൈറ്റൊക്കെ എടുത്തിട്ട് പരിപാടി തുടങ്ങി. ഓൾമോസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരെണ്ണം വറുത്ത് മാറ്റി. അപ്പം ഞാൻ വെച്ച് ചിക്കൻ ആയിരിക്കും. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നതേ ഉള്ളൂ, കഴുകിയിട്ടില്ല. അപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ഒന്ന് ദേഷിച്ചപ്പോൾ എന്നോട് പറയാം അതിനകത്ത് മഞ്ചിനെ ഇടിച്ച് പൊട്ടിച്ച് പൊടിയാക്കിയിട്ട് അത് സെൻറ്ററിൽ വെച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത്. അപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു അങ്കി ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് എടുത്ത പ്ലേറ്റ്സ് മൊത്തം കഴുകി വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാനൊരു പണി കൊടുത്തു കേട്ടോ. എപ്പോഴും ഉള്ളതാണ് ഇതേപോലെ വന്ന് എന്തെങ്കിലും ഞുണുക്ക് പണി ചെയ്യും. പാത്രങ്ങൾ കുറേ അവിടെ ഇട്ടിട്ട് ഒരൊറ്റ പോക്കാം. അങ്ങനെ വേണ്ട ഒരു 3 എണ്ണത്തിനുള്ളതേ ഉള്ളൂ കേട്ടോ. കൊണ്ടുവന്ന് ബ്രെഡും ഇതും കൊണ്ടുവന്ന് എപ്പോൾ ചെയ്തെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഞാൻ ബെഡ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും പുള്ളിക്കാർ സ്നാക്സ് ആക്കി കഴിഞ്ഞു. അപ്പോൾ വേണ്ട അപ്പം എണ്ണയൊക്കെ ഒരുപാട് ഒഴിക്കുന്ന പേടിയാണ് കേട്ടോ, ദേഹത്തൊക്കെ വീഴുമെന്നുള്ളത് കൊണ്ട്. പിന്നെ ഉണ്ടാക്കുന്ന സാധനത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനൊരു താങ്ക്സ് സത്യത്തിൽ യൂട്യൂബിനാണ് പറയേണ്ടത്. യൂട്യൂബിലെ ഷോർട്സ് കണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതേ എടുത്ത് പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്നോട് പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു മോള് തന്നെ ഫസ്റ്റ് കഴിച്ചാൽ മതി, എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ അവൾ തന്നെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ ചില സമയം ഉണ്ടാക്കുമ്പോൾ പാളിപ്പോവും, പക്ഷെ അവളുണ്ടാക്കിയത് നല്ല മുരുമുരായിരുന്നു ഇത്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു പകുതി പീസ് എടുത്തു കേട്ടോ. അപ്പോൾ അതേ മഞ്ചൊക്കെ പൊടിച്ച് അതിനകത്ത് ഇട്ടിട്ട്, അപ്പോൾ ഇതിന് പേരൊന്നുമില്ല. അങ്ങനെ എന്നോട് പറയുന്നത് കഴിച്ച് നോക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു മോള് തന്നെ ഫസ്റ്റ് കഴിച്ചാൽ മതി, ഉണ്ടാക്കിയ ആൾ തന്നെ കഴിക്കുക, എന്തെങ്കിലും പണി വരുവാണെങ്കിൽ സ്വന്തമായിട്ട് ഏറ്റെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഈ പോയി തുറക്കുന്നതാണ് ഇവിടുത്തെ ഒരു നേർച്ച കേട്ടോ, ഈ ഫ്രിഡ്ജ് തുറക്കുന്നത്.